മറ്റുള്ള കാര്യങ്ങളെല്ലാം, അതായത് ലയണിസം മാത്രമല്ല, നമ്മളെ ലയണിസം വിട്ട് ബാക്കിയുള്ള മറ്റുള്ള നമുക്ക് ഡെയിലി യൂസിനുള്ള കാര്യങ്ങളും ഇൻഫർമേഷൻ ഉള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പല ടോപ്പിക്സ് ആണ് ഇതിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അതിനുള്ള കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള സ്പീക്കേഴ്സിനെയും കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വളരെ അതിൻ്റെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ കബീർജി? ഇടയ്ക്ക് എന്തോ ഒരു ഡിസ്റ്റർബൻസ് പോലെ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ അത് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന ഇത് വളരെ നല്ലതായിട്ട് പോകുന്നുണ്ട്. അതിനുള്ള സന്തോഷം കൂടെ അറിയിക്കുന്നു. പിന്നെ ഇതിന് കൂടെ കബീർജിയുടെ കൂടെ ഒരു ടീമായിട്ട് നിന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ZLI കോർഡിനേറ്റർ ഡോക്ടർ ഫസലുദ്ദീനും കൂടെ ഉണ്ട്. പിന്നെ പല പ്രാവശ്യവും കബീർജിക്ക് ചിലപ്പം എത്താൻ സാധിച്ചില്ലെങ്കിൽ, നടത്താനായിട്ട് എന്തെങ്കിലും ഒരു അസൗകര്യം വരുവാണെങ്കിൽ പുള്ളി, അതായത് ഡോക്ടർ ഫസലുദ്ദീൻ തന്നെ ഏറ്റെടുത്ത് അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും ഈ ഇതിനുള്ള ആശംസ അറിയിക്കുകയാണ്. പിന്നെ നമുക്കറിയാം ഈ റോറിംഗ് മൺഡേസ് എന്ന് പറയുന്ന വളരെ ശ്രദ്ധ പിടിച്ച് പറ്റിയ ഒരു പ്രോഗ്രാമാണ്. നമ്മളെ മൾട്ടിപ്പിളിൽ വരെ വളരെ ഇത് അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ മൾട്ടിപ്പിൾ കൗൺസിലിലെ എല്ലാ പ്രാവശ്യവും നമ്മുടെ MD GLT കോർഡിനേറ്റർ ഇതിനെപ്പറ്റി പരാമർശിക്കുകയും അത് നടത്തുന്നതിനെ പറ്റിയുള്ള നല്ല പറയുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാ ഡിസ്ട്രിക്ട്സിലും ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്നുള്ളത് അവരുടെ അടുത്തെല്ലാം പറയാറുണ്ട്. അപ്പം വളരെ ശ്രദ്ധ പിടിച്ച് പറ്റിയ ഒരു പ്രോഗ്രാമാണിത്. പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു, ടോപ്പിക്സ് ആണെങ്കിലും വളരെ പ്രസക്തമായ ടോപ്പിക്സ് ആണ് കബീർജി കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത്. കബീർജി തന്നെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആയതുകൊണ്ട് അതിന് പറ്റിയ എന്തൊക്കെയാണ് ടോപ്പിക്സ് ആണ് വേണ്ടതെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാനും എല്ലാം പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും വളരെ പ്രയോജനമാണ്. നമ്മുടെ ഈ മെമ്പേഴ്സ്, നേരത്തെ കബീർജി പറഞ്ഞ പോലെ മെമ്പേഴ്സ് വളരെ കുറവാണ്. ഇപ്പം തന്നെ 33 ആയിട്ടുണ്ട്. അപ്പം എന്നാലും നമ്മുടെ മെമ്പർഷിപ്പ് വെച്ച് നോക്കുമ്പോൾ 33 ഈസ് നത്തിങ്. അപ്പോൾ ഈ ഒരു മണിക്കൂർ എല്ലാവരും, ഞാനും ആക്ച്വലി അധികം ഒന്നും എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല, പക്ഷെ കുറച്ചൊക്കെ വളരെ നല്ല ടോക്സ് ഞാൻ പലതും കേട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർ, നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആൾക്കാർ, കൂടുതൽ ആൾക്കാരെ ഇനിയും കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്നത്തെ ടോപ്പിക്ക് കോൺഫിഡൻസ് എന്നുള്ള ഒരു ടോപ്പിക്, അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഏതൊരു കാര്യത്തിനും, ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കോൺഫിഡൻസ്, വെദർ ഇറ്റ് ഇസ് സെൽഫ് കോൺഫിഡൻസ് ഓർ കോൺഫിഡൻസ് ഇൻ അതേഴ്സ്, രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കോൺഫിഡൻസ് എന്നുള്ള കാര്യം, നമ്മുടെ ഒരു മനുഷ്യനിൽ സക്സസ്ഫുൾ ആകാനുള്ള ഒരു ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ബി കോൺഫിഡൻറ്റ് ഇൻ ഹിംസെൽഫ് ആൻഡ് ഓൾസോ ഇൻ അതേഴ്സ്. അപ്പോൾ അത് വളരെ വളരെ നല്ല ഒരു ടോപ്പിക്കാണ്, അത്യാവശ്യം മനുഷ്യന് വേണ്ട ഒരു കാര്യമാണ്. ആൻഡ് അതിന് കണ്ടുപിടിച്ച ഫാക്കൽറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്റ്റ് ഫാക്കൽറ്റിയെ കബീർജി കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അറിയാം, നമ്മുടെ ഡോക്ടർ രഞ്ജു ജോസഫ് ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ എത്ര നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പിന്നെ എന്താണ് ഈ നമുക്കറിയാം എത്രയോ പല 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 ഡിഗ്രീസ്, ഡിപ്ലോമാസ്, PhDs എല്ലാമുള്ള ഒരു പേഴ്സണാണ്. അപ്പം അങ്ങനെയുള്ളൊരു പേഴ്സൺ അങ്ങനെയുള്ളൊരു നേട്ടം കൈവരിക്കണമെങ്കിൽ ദ എമൗണ്ട് ഓഫ് ഡിറ്റർമിനേഷൻ ആൻഡ് കോൺഫിഡൻസ് യു ഗോട്ട് ടു ഹാവ് ഇൻ യുവർ സെൽഫ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള ഒരാളിനെ കബീർജി കണ്ടുപിടിച്ച് ഈ കോൺഫിഡൻസ് എന്നുള്ള ടോപ്പിക്ക് ഡീൽ ചെയ്യാനായിട്ട് കൊണ്ടുവന്നതിൽ എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള, ഇതിനെക്കാട്ടിലും ഡോക്ടർ രഞ്ജു ജോസഫിനെക്കാട്ടിലും എലിജിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ടോപ്പിക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രഞ്ജു ഇതിന് വന്നതിൽ വളരെയധികം സന്തോഷം. നല്ല ഒരു സെഷൻ ആകട്ടെ ഇത്. പിന്നെ എല്ലാവർക്കും ഇത് നല്ല പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാംസിലെല്ലാം, എല്ലാ പ്രോഗ്രാംസും, നമ്മുടെ ഈ വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണർ JNC ജോബിൻ്റെ പ്രോഗ്രാംസ് എല്ലാം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റോറിംഗ് മൺഡേയും വളരെ സക്സസ്ഫുൾ ആയിട്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം, ഈ 35th എപ്പിസോഡ് ഓഫ് റോറിംഗ് മൺഡേസ്, എല്ലാവരുടെയും എന്താണ് പറയുന്നത്, എല്ലാവരുടെയും അനുവാദത്തോടു കൂടി
ഇന്നത്തെ ഈ 35th എപ്പിസോഡ് ഓഫ് റോറിംഗ് മൺഡേസ് ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാഡം. ഇനാഗുറേഷനോടൊപ്പം തന്നെ വലിയ ഇൻസ്പിറേഷണൽ ആയിട്ട് മാഡം സംസാരിക്കുകയും ചെയ്തു. വലിയ സന്തോഷം. നമുക്കറിയാം പല ആൾക്കാർക്കും പലതാണ് പാഷൻ. ചില ആൾക്കാർക്ക് ട്രെയിനിങ് പാഷനാണ്, ചിലർക്ക് കുക്കിംഗ് പാഷനാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പീക്കർക്ക് എഡ്യൂക്കേഷൻ ആണ് പാഷൻ. അപ്പൊ അങ്ങനെയുള്ള സ്പീക്കറെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ജയശ്രീ ഞാൻ വിട്ടുപോയി, ഇതിലോട്ട് നോക്കിക്കൊണ്ടിരുന്ന അതങ്ങ് പോയി. ഡോക്ടർ ജയശ്രീ മാഡത്തെ വളരെ ഹൃദ്യമായി സ്പീക്കറെ പരിചയപ്പെടുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. Thank you, sir. Most respected Chairman Lion Kabir Das sir, today's inaugural officer Lion MJF Lion Sindhu Das Madam, keynote speaker Lion Dr. Enju Joseph Madam, ZLLI coordinator PMJF Lion Dr. Fasildin sir, all other Lion leaders. Good evening. നെറ്റ് പോയതാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കും. A proud native of Thrissur, Lion Dr. Enju Joseph, an academician by profession, is an education and financial strategist, a counseling psychologist, a motivational trainer, and a research leader. She is recognized as one of the most academically accomplished women in the country and has earned a place in the Best of India records for her extraordinary academic achievements. She has completed an astounding 628 academic courses, including 3 PhDs, 13 postgraduate degrees, 3 degree programs, 9 diplomas, and over 600 online certificate courses. A truly remarkable milestone in the field of education. She has represented and served as an official of several financial organizations, including Aishwarya Group, and she is the founder of Panphilo Edu Solutions, an institution dedicated to finance, education, and research, through which she has mentored more than 1,000 students. In addition to her leadership roles, she has served as a lecturer at Christ College in Irinjalakuda. She has presented research papers at numerous seminars and conferences and has published more than 15 papers in reputed journals, reflecting her strong commitment to research and academic excellence. In recognition of her immense contributions to education and research, she has received several prestigious honors, including the Best of India Record, Asian Education Award, and the Nehru Excellence Award. Beyond her academic and professional excellence, Lion Dr. Enju Joseph is also an active and dedicated member of Lionism. She began her journey as a member of the Ayur Lions Club and has held various leadership positions, including club president and region chairperson, and also served in multiple roles in the Lioness Board and in the cabinet level. Currently, she serves as the district secretary for International Women's Day, continuing her service with dedication and leadership. Lion Dr. Enju Joseph is happily married to Lion Tinson John, and the couple is blessed with a daughter Anne Maria John and a son Chaco Stephen Tinson. Both are school children. With great pleasure and immense pride, I now introduce before you a truly multi-faceted personality, an inspiring scholar, and a dynamic leader, Lion Dr. MJF Lion Dr. Enju Joseph, as the keynote speaker of today's session. Thank you. Thank you. Thank you, Jayashree Madam. Thank you very much. ഡോക്ടർ ജയശ്രീ മാഡത്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ്. താങ്ക് യു. വളരെ നല്ല വാക്കുകളിൽ നമ്മുടെ സ്പീക്കറെ പരിചയപ്പെടുത്തിയതിന് കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ സ്പീക്കർ പറയും. ഇനി നമ്മൾ കൂടുതൽ സമയം പാഴാക്കി കളയുന്നില്ല. നമ്മുടെ സ്പീക്കർക്കുള്ള സമയമാണ്. വളരെ ഗംഭീരമായ ഒരു സബ്ജക്റ്റ്. നമുക്ക് നേരിട്ട് സ്പീക്കറിലേക്ക് കിടക്കാം. ഡിയർ രഞ്ജു മാഡം, ഫ്ലോർ ഈസ് യുവേഴ്സ്. Thank you, Kabir ji. A very good evening
to one and all present here. എന്നെ ഏറെ സ്നേഹത്തോടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്നെ പരിചയപ്പെടുത്തിയ ജയശ്രീ മാമിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്ന് ഇവിടെ ഈ ഒരു സബ്ജക്റ്റ് കേൾക്കാൻ എത്തിച്ചേർന്ന 37 പേർക്കും ഒത്തിരി സന്തോഷം. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എൻ്റെ സ്വന്തം കനൽ ടീമിൽ നിന്നും കുറച്ച് ആൾക്കാർ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. വളരെ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉപേക്ഷിച്ച് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വന്ന അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. സാറ് പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് അലവ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ അലവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദ ഹോസ്റ്റ് ഈസ് ഇൻ അലവിംഗ് ഷെയറിംഗ് ഫോർ ദിസ് മീറ്റിംഗ് എന്ന് കാണിക്കുന്നു. ജസ്റ്റ് ചെയ്തിട്ട് ഓക്കെ, ഫൈൻ. കോൺഫിഡൻസ്. ഞാൻ ആദ്യമായിട്ട് മൈക്കിന്റെ മുമ്പിൽ പ്രസംഗിക്കാൻ കയറുന്നത് 7ാം ക്ലാസ്സിലാണ്. അന്ന് എന്നെ പഠിപ്പിച്ച ശശികുമാർ സാറ് ഒരു 2 പേജിൽ പ്രസംഗം മുഴുവൻ എഴുതി തന്നിട്ട് പറഞ്ഞു, പ്രസംഗ മത്സരമാണ്, സ്റ്റേജിന്റെ മുമ്പിൽ ചെല്ലുക, മൈക്കെല്ലാം അന്നിങ്ങനത്തെ ഒരു സ്റ്റാൻഡ് മൈക്കാണല്ലോ, ഇന്നൊക്കെയാണല്ലോ നമ്മുടെ കോഡ്ലെസ് മൈക്കൊക്കെ വന്നത്. 1996 സംഭവം. ഞാൻ എന്നോട് പറഞ്ഞു അവിടെ മൈക്കെല്ലാം ഓണായിരിക്കും, സംസാരിച്ചങ്ങ് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രാപകലുള്ള ട്രെയിനിങ് സെഷൻസ്, റിഹേഴ്സൽസ്, കയ്യടി, പ്രോത്സാഹനങ്ങൾ, അങ്ങനെ എന്താ പറയുക, മോട്ടിവേഷൻ്റെ അങ്ങേ അറ്റം. ഞാൻ അവസാനം സ്റ്റേജിൽ കയറി. അപ്പം മലയാളത്തിലാണ് പ്രസംഗം കിടക്കുന്നത്. മലയാളത്തിൽ അന്ന് എനിക്ക് അത്ര അങ്ങോട്ട് പോരെങ്കിലും വലിയ കുഴപ്പമില്ല, മലയാളമൊക്കെ അത്യാവശ്യം പറയും. അങ്ങനെ നിൽക്കവേ ഞാൻ തുടങ്ങി, ബഹുമാനപ്പെട്ട എന്ന് പറയണതും മൈക്ക് താഴോട്ട് പോയി ഞാൻ പുറകോട്ടും മല്ലുന്നു. പിന്നെ ഞാൻ എണീക്കണത് ആരക്കുഴ ഗവൺമെന്റ് ആശുപത്രിയിലാണ്. നല്ല ഡ്രിപ്പൊക്കെ ഇട്ട് നീണ്ടു നിവർന്നോടെ കിടക്കുവാണ്. പിന്നെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. പിന്നെ ഞാൻ പ്രസംഗിക്കാൻ കയറുന്നത് +1 അവിടുത്തെ സാറ്, ഈ ശശികുമാർ സാർ അവിടെ +1 സാറ് വരുവാണ്. സാറ് നേരം നിർബന്ധിച്ച് എന്നെ കൊണ്ട് +1 ഒരു ആനുവൽ ഡേ ഫംഗ്ഷന് ഇതേപോലെ തന്നെ 2 പേജ് അപ്പുറം ഇപ്പുറം എഴുതി തന്ന് വീണ്ടും എന്നെ റിഹേഴ്സലിലൂടെ കിടത്തിക്കൊണ്ടുപോയി. വീണ്ടും ഈ പറയുന്ന എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് എന്നെ കയറ്റി. അത് ഇതുപോലെയൊന്നും അല്ലാട്ടോ, 500-600 പിള്ളേരിയ്ക്കുന്ന അത്രയും വലിയൊരു ഓഡിയൻസിന്റെ ഫ്രണ്ടിലേക്കാണ്. അത് സ്റ്റേജ് നല്ല പൊക്കത്തിലാണ്. മറ്റേ മത്സരത്തിന്റെ സ്റ്റേജൊക്കെ ഇച്ചിരി അധികം പൊക്കം ഉണ്ടാവില്ല. ഇതെന്ന് പറഞ്ഞാൽ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. എൻ്റെ പരിശുദ്ധ മാതാവേ, ഞാൻ അങ്ങോട്ട് ഒരൊറ്റ ശ്വാസത്തിൽ ഞാൻ അതങ്ങ് പറഞ്ഞു തീർത്ത്. ഗവൺമെന്റ് സ്കൂളാണേ. അവസാനം ഒരൊറ്റ ശബ്ദത്തിൽ എല്ലാവരും കൂടെ ആമേൻ എന്ന് പറഞ്ഞു. കാരണം പള്ളികളിൽ ബൈബിൾ വായിച്ച് കേട്ടവർക്കറിയാം, ആ ഒരു ടോണുണ്ട്. ആ ടോണിലായിരുന്നു ഞാൻ അത് മൊത്തം പറഞ്ഞതെന്ന് ഈ ആമേൻ കേട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. സെക്കൻഡ് ഇയർ ഞാൻ സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഞാൻ ഇലക്ഷന് നിന്നു. അന്നിങ്ങനെ വലിയ സംസാരിക്കേണ്ട ആവശ്യമൊന്നും, ക്ലാസ്സിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ ഡാൻസ് കളിക്കൂ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളങ്ങ് ചെയ്താൽ മതി. അതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. ഞാനൊരു കലാമണ്ഡലം പ്രൊഡക്റ്റാണ്. അപ്പോൾ എനിക്കതിൽ ഡാൻസ് കളിക്കുന്നതിലൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അന്നും ഫീൽ ചെയ്തിട്ടില്ല. അതൊക്കെ ചെയ്ത് ഞാൻ സ്കൂൾ ലീഡറായി. വാണകാലം വീണ്ടും ഇടുത്തിപ്പോഴെ ആനുവൽ ഡേ വരുന്നു, വീണ്ടും പ്രസംഗിക്കണം. പ്രസംഗം ഒഴിച്ച് ബാക്കി എന്തും എനിക്ക് പറ്റും. സ്റ്റേജിൽ കയറി എന്ത് കൂത്താട്ടവും ഞാൻ ചെയ്യും. പക്ഷെ വാക്ക് മിണ്ടേണ്ടി വന്നാൽ അവിടെ തീരും. വീണ്ടും ഞാൻ +2 എനിക്ക് ഇതേപോലെ തന്നെ ശശികുമാർ സാറ്, അന്ന് 2 പേജ് അല്ലാട്ടോ, അന്ന് 4 പേജ് ആയിരുന്നു. കാരണം റിപ്പോർട്ടും വായിക്കണം, സ്കൂളിനെ പൊക്കി പറയുകയും വേണം. എനിക്ക് തന്ന സമയം 15 മിനിറ്റ്. അന്ന് കഷ്ടകാലത്തിന് പോഡിയമില്ല, പേപ്പർ വെച്ച് വായിക്കാനും പറ്റില്ല. ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് തന്നെ വൈറലാക്കിയേനെ. നിന്ന് വിറാന്ന് പറഞ്ഞ ഞാനും മൈക്കും പേപ്പറും എല്ലാം കൂടെ വിറച്ച്, ബട്ട് സംഹൗ ഞാൻ ആ ടോണെങ്കിലും എനിക്ക് മാറ്റാൻ സാധിച്ചു. അവസാനം ആമേൻ ആരും പറഞ്ഞില്ല. ഒരു 30% ആൾക്കാർ എന്തെങ്കിലും ആകട്ടെ, പാടി ശരിയാക്കട്ടെ എന്നുള്ള രീതിയിൽ കുറച്ച് കയ്യടി എനിക്ക് നൽകി. അത് കഴിഞ്ഞ് ഡിഗ്രിയിൽ പഠിക്കാൻ
വിമല കോളേജ് തൃശ്ശൂരിലേക്ക് വരുന്നത്. അവിടെ പിന്നെ എന്നും പ്രസംഗിക്കണം. ഹോസ്റ്റലിലാണ് എന്നും ഒരാൾ പ്രസംഗിച്ചിരിക്കണം. നമുക്ക് പല വിങ്ങുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ വിങ്ങിൽ നിന്നും ഒരാൾ പ്രസംഗിക്കണം. എൻ്റെ കഷ്ടകാലത്തിന് ഞങ്ങളുടെ വിങ്ങിലാകെ 6 പേരേ ഉള്ളൂ. അപ്പൊ എല്ലാ ആഴ്ചയും പ്രസംഗിക്കണം. അങ്ങനെ ഞാൻ ഒരു തരത്തിൽ പാടി തെളിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. വിച്ച് മീൻസ് എൻ്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്തു. എനിക്ക് ഹോസ്റ്റ് ഇപ്പോഴും ഷെയറിങ് അലൗ ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത് സാറേ. ഇറ്റ്സ് ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ഓക്കെ ഫൈൻ, ഇറ്റ്സ് ഓക്കെ ഫൈൻ, ഡസൻറ്റ് ബോദർ. അപ്പോൾ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്തതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് എനിക്ക് പല സമയങ്ങളിൽ സ്റ്റേജുകളിൽ സംസാരിക്കേണ്ടി വന്നപ്പോൾ പ്രശ്നങ്ങളില്ലാതെ സംസാരിക്കാൻ പറ്റും. ഇപ്പം ലോകത്തിൽ പല സെലിബ്രിറ്റീസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രിയങ്ക ചോപ്ര ഏറ്റവും വലുതായിട്ടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളിക്കാരത്തി വെയർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആക്സസറി എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണെന്ന്. പുള്ളിക്കാരത്തി ഓപ്പൺ ആയിട്ട് പുള്ളിക്കാരത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ അറിയാം. ഏറ്റവും ബെസ്റ്റ് ആക്സസറീസ്. അത് മാത്രമേ വാൾട്ട് ഡിസ്നി, നമുക്കറിയാം വാൾട്ട് ഡിസ്നി പുള്ളിക്കാരൻ പറഞ്ഞത് ദ സീക്രട്ട് ഓഫ് മേക്കിംഗ് ഡ്രീംസ് കം ട്രൂ ക്യാൻ ബി സമ്മറൈസ്ഡ് ഇൻ 4C. 4Cയിൽ സമ്മറൈസ് ചെയ്യാം നമ്മുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് വൺ ഈസ് ക്യൂരിയോസിറ്റി, സെക്കൻഡ് വൺ ഈസ് കോൺഫിഡൻസ്, തേർഡ് വൺ ഈസ് കറേജ് ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് കോൺസ്റ്റൻസി. ബട്ട് അദ്ദേഹം തന്നെ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദീസ് ഈസ് കോൺഫിഡൻസ്. ഇതിൽ ഏറ്റവും പ്രധാനം കോൺഫിഡൻസ് ആണ്. ഇപ്പം നമുക്ക് എല്ലാ എന്താ പറയുക യൂട്യൂബ് മറ്റേ ChatGPT ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കോൺഫിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് വാട്ട് ഡസ് ട്രൂ കോൺഫിഡൻസ് ലുക്ക് ലൈക്ക്. അതായത് പഠനങ്ങൾ പറയുന്നത് 3 മണിക്കൂറിൽ ഒരിക്കൽ ഈ ക്വസ്റ്റ്യൻ വരുന്നു എന്നാണ്. വാട്ട് ഡസ് ട്രൂ കോൺഫിഡൻസ് ലുക്ക് ലൈക്ക്. എന്താണ് യഥാർത്ഥത്തിൽ കോൺഫിഡൻസ്, എങ്ങനെയിരിക്കും. And the second most searched question എന്ന് പറഞ്ഞാൽ ക്യാൻ യു ഫേക്ക് സെൽഫ് കോൺഫിഡൻസ്. അഭിനയിക്കാൻ പറ്റുമോ. Then the third one is how to appear confident in social or work situations. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും നമ്മളെ ക്യാച്ചി ആയിട്ട്. ഹൗ ടു ബി മോർ കോൺഫിഡൻറ്റ് ഇൻ മൈ ബോഡി ആൻഡ് അപ്പിയറൻസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹൗ ടു സ്പീക്ക് വിത്ത് മോർ കൺവിക്ഷൻ. And how to prove yourself right instead of proving others wrong. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ലോകത്ത് ജനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏജ് പറയണത് ഇപ്പം നമുക്കറിയാം 18 to 65 ഏജ് വരെയുള്ളവർ അന്വേഷിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. പനി കഴിഞ്ഞ് ഷെഡിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, അതിൻ്റെ ഒരു ചെറിയ ഡിസ്റ്റർബൻസുകൾ ഉണ്ടാവും, സോറി. സോ എന്താണ് ആക്ച്വലി കോൺഫിഡൻസ്? ഏറ്റവും സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ കോൺഫിഡൻസ് ഈസ് ദ ബിലീഫ് ഇൻ യുവർ എബിലിറ്റീസ് ആൻഡ് വാല്യൂ. അതായത് എൻ്റെ എബിലിറ്റീസിലും എൻ്റെ വാല്യൂസിലും എനിക്ക് കോൺഫിഡൻ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് അരോഗൻസ്. ആൻഡ് ഇറ്റ്സ് ദ ക്ലാരിറ്റി അബൌട്ട് ഹൂ യു ആർ. ഞാൻ ഒരൊറ്റ ക്വസ്റ്റ്യൻ, എനിക്കൊന്ന് ചാറ്റ് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ ഞാൻ ജസ്റ്റ് ചാറ്റ് ഒന്ന് എല്ലാവരും എടുത്ത് വെച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഒരു ഫോക്സ് ആകാനാണോ അതോ ഒരു മുള്ളമ്പന്നി ആവാനാണോ ഇഷ്ടം? ഒരു ഫോക്സ് ആകാനാണോ ഒരു മുള്ളമ്പന്നി ആകാനാണോ ഇഷ്ടം? ജസ്റ്റ് അല്ല ഓപ്പൺ ആക്കിയിട്ട് സൗണ്ടിൽ പറഞ്ഞാലും മതി, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാലും മതി. ഫോക്സ് ആകാനാണോ കുറുക്കനാകാനാണോ മുള്ളമ്പന്നി ആകാനാണോ ഇഷ്ടം? ജസ്റ്റ് ആരെങ്കിലും ഒരാൾ പറഞ്ഞാലും മതി. അൺലോക്ക് ചെയ്ത് പറയാം, ആർക്ക് വേണമെങ്കിലും അൺലോക്ക് ചെയ്ത് പറയാം. ഫോക്സ് മുറുക്കനാകാനാണോ മുള്ളമ്പന്നി ആകാനാണോ ഇഷ്ടം? ഫോക്സ് ആണെങ്കിൽ F എന്നും മുള്ളമ്പന്നി ആണെങ്കിൽ M എന്നും പറഞ്ഞാൽ മതി. മുള്ളമ്പന്നി M. എന്തുകൊണ്ടാണ് മുള്ളമ്പന്നി? പുഷ്പ മാം ഒന്നും കൂടെ ചോദ്യം ചോദിച്ചോട്ടെ. വൈ? എന്ന് വെച്ചാ മുള്ളമ്പന്നിയാണ് കുറച്ച് ഫോക്സിനെക്കാളും എന്ന് വെച്ചാൽ മുള്ളമ്പന്നി ഒരു എന്താ പറയാ അതിന് ഒരു വീര്യവും
വല്ല എന്നുവെച്ചാൽ എല്ലാരും ഒന്ന് ബഹുമാനിക്കുകയല്ല പേടിക്കുകയൊക്കെ ചെയ്യുന്ന അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ മുളമ്പന്നി പോയാൽ 4 ആൾ അറിയും. യെസ്, കാരണം അതിന്റെ മുള്ള് തെറിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഓക്കെ. യെസ്. ഇതൊരു ഈസ്റ്റേൺ പ്രോവർബാണ്, ഓൾഡ് ഈസ്റ്റേൺ പ്രോവർബാണ്. കിഴക്കൻ ദേശങ്ങളിൽ, അതായത് ഫോക്സ് ഹാസ് മെനി ട്രിക്സ്. സെലീന ചേച്ചി പറഞ്ഞിട്ട് മുള്ളംപന്നിന്ന്. താങ്ക് യു. എൻ്റെ രത്നവല്ലി മാം പറഞ്ഞിട്ടുണ്ട് ഫോക്സ് എന്ന്. യെസ്, ഫോക്സിന്, കുറുക്കന് പല ട്രിക്സ് ഉണ്ട്. അതായത് രക്ഷപ്പെടാനും ആ ഇരയെ പിടിക്കാനും ഒക്കെ കുറുക്കന് പല തന്ത്രങ്ങളുണ്ട്. മുള്ളം പന്നിക്ക് ഒരൊറ്റ വലിയ ട്രിക്കേ ഉള്ളൂ. എന്താണ്? മുള്ളങ്ങ് തെറിപ്പിക്കുക. അത് പുള്ളി നല്ല കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും. ഫോക്സ് പല രീതിയിൽ പ്രേ പിടിക്കും, എരേനെ പിടിക്കുന്നുണ്ട്. സോ നമ്മൾ എന്ന് പറയുന്ന ആള് എങ്ങനെയാണ് ഒരു മുള്ളം പന്നി ആകാൻ പറ്റുക? നമ്മളൊരു സർവീസ് ഓർഗനൈസേഷനിലായിക്കൊള്ളട്ടെ, നമ്മൾ വേറെവർ ഇറ്റ് ഈസ്, നമുക്ക് ഒരു മുള്ളം പന്നി എങ്ങനെ ആകാനായിട്ട് സാധിക്കും? നമ്മുടെ ആ ഒരു ഡിഫൻസ് മെക്കാനിസം നമ്മൾ ഫോം ചെയ്യണം. ആൻഡ് ദ ബെസ്റ്റ് ഡിഫൻസ് മെക്കാനിസം ഇന്ന് ലോകം കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. ഇന്നത്തെ കറണ്ട് കോണ്ടെക്സ്റ്റ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ടോപ്പിക് എങ്കിലും പറയുവാണ്. ഇന്ന് പല രാജ്യങ്ങളും യുദ്ധഭീഷണിയിലും യുദ്ധത്തിലുമാണ്. എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തി സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷെ ചില രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ പോയിട്ട് അങ്ങോട്ട് നോക്കാൻ പേടിക്കുന്നുണ്ട്. ബിക്കോസ് അവിടുത്തെ റൂളറിന്റെ കോൺഫിഡൻസ് ആണ്. അവരുടെ കയ്യിൽ വലിയ സംഭവങ്ങൾ ആറ്റം ബോംബോ ഇരുന്നിട്ടല്ല, ബട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് കോൺഫിഡൻസ്. ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല ഈ സബ്ജക്ട്, ദാറ്റ്സ് ഇറ്റ്. സോ നമ്മൾ എപ്പോഴും ഒരു മുള്ളൻ പന്നി ആറ്റിറ്റ്യൂഡിൽ നിൽക്കണം. നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. ഒരൊറ്റ ഡിഫൻസ് മെക്കാനിസം ഉണ്ടായിരിക്കണം. ആ ഡിഫൻസ് മെക്കാനിസം ഷുഡ് ബി അവർ കോൺഫിഡൻസ്. സോ നമ്മളെപ്പോഴും ലയൺ മെന്റാലിറ്റി ആണ് എപ്പോഴും പറയുന്നത്, അതായത് കോൺഫിഡൻസ് ഇൻ സർവീസ്. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പം എനിക്കറിയുന്ന ഒത്തിരി പേരുണ്ടെങ്കിലും ഞാനിപ്പോൾ പെട്ടെന്ന് സെലീന ചേച്ചിയോട് പറയാം, സെലീന ചേച്ചി കോൺഫിഡൻസിനെ കുറിച്ച് ഒരു 5 വാക്ക് സംസാരിക്കും, 5 സെന്റൻസ് സംസാരിക്കും എന്ന് പറയുമ്പോൾ സെലീന ചേച്ചി പെട്ടെന്ന് തന്നെ അന്നേരം വായിൽ വരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. ബട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ എവിടെ സംസാരിക്കാൻ കയറുമ്പോഴും ഒരൊറ്റ പ്രിൻസിപ്പിളേ ഉള്ളൂ, പർപ്പസ് ഡ്രിവൺ ആയിരിക്കണം നമ്മളുടെ സംസാരം. എങ്ങനെ പർപ്പസ് ഡ്രിവൺ ആയിട്ട് സംസാരിക്കാം? അതിനായിട്ട് നമുക്ക് കുറച്ച് വാക്കുകൾ ഉപയോഗിക്കണം. എന്ത് വാക്കുകൾ? ഹു, വാട്ട്, വെൻ, വേർ, വൈ ആൻഡ് ഹൗ. ഇത്രയും വാക്കുകൾക്കുള്ള ഉത്തരമായിരിക്കണം നമ്മളുടെ സംസാരം. വെരി സിമ്പിൾ. പലപ്പോഴും നമ്മൾ പലയിടത്തും പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ബോറിംഗ് ആവാനുള്ള കാരണം, നമ്മൾ സംസാരിക്കുമ്പോൾ ഹു, വാട്ട്, വെൻ, വേർ, വൈ ആൻഡ് ഹൗ. നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ച്, ഇപ്പോൾ ലയൺസ് ആയാൽ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു, ലീഡർഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു, ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഹു ആരെ ഫോക്കസ് ചെയ്യുന്നു, വാട്ട് എന്തിനെ ഫോക്കസ് ചെയ്യുന്നു, വെൻ എപ്പോഴാണ് നടത്തപ്പെടുന്നത്, വേർ എവിടെ നടത്തപ്പെടുന്നു, വൈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് നടത്തപ്പെടുന്നു, ഹൗ എങ്ങനെ നടത്തപ്പെടുന്നു. നമ്മുടെ സംസാരം അവിടെ കൊണ്ട് തീർക്കാം. വിച്ച് മീൻസ് ലയൺസ് എപ്പോഴും അലറും, റോർ ചെയ്യുന്ന പറയുന്നത്, വിച്ച് മീൻസ് റോർ വിത്ത് ഇന്റഗ്രിറ്റി. ഒരു പ്രസംഗത്തിൽ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ഏകദേശമുള്ള പബ്ലിക് സ്പീക്കിംഗ് എല്ലാം കോൺഫിഡൻ്റ് ആകാനായിട്ട് നമുക്ക് സാധിക്കും. ആൻഡ് ഈ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു 20 സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മളെ പോഡിയത്തിലേക്ക് വിളിച്ചാൽ
ചാടി പിടിച്ച് മൈക്ക് താത്തി വലിച്ചു പറിച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. കേൾക്കേണ്ടവനാണെങ്കിൽ നമുക്ക് വേണ്ടി, നമ്മുടെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കും. വെയിറ്റ് ഫോർ 20 സെക്കൻഡ്, വിച്ച് മീൻസ് അവിടെ നമുക്കൊരു 7 times ബ്രീത്തിങ് സ്പേസ് കിട്ടും. ഒരു 7 times ബ്രീത്ത് ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന പേപ്പർ, അതായത് അതിൻ്റെ അകത്ത് ഹൂ, വാട്ട്, വെൻ, വെയർ, വൈ ആൻഡ് ഹൗ അവിടെ ക്ലിയർലി റിട്ടൺ ആണ്. ആ പേപ്പർ അവിടെ വെച്ചിട്ട് 7 times നമ്മളൊരു ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴത്തേനുമാണ് നമ്മൾ മൈക്കൊക്കെ വെച്ച് സ്റ്റാൻഡിങ് പൊസിഷൻ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ദാറ്റ് ഈസ് പർപ്പസ് ഡ്രിവൺ കോൺഫിഡൻസ്. ആൻഡ് ഈ പർപ്പസ് ഡ്രിവൺ കോൺഫിഡൻസ് വരുമ്പോൾ വി ക്യാൻ റോർ വിത്ത് ഇൻറ്റഗ്രിറ്റി. ലയൺസ് ആയതുകൊണ്ടാണ് ഞാൻ റോർ എന്ന വാക്കെടുത്ത് ഉപയോഗിച്ചത്. വി ക്യാൻ റോർ വിത്ത് ഇൻറ്റഗ്രിറ്റി. ഇനി പല സമയത്തും നമ്മൾ കണ്ടിരിക്കുന്നതാണ് ഒരു സിൻഡ്രോം ഉണ്ട്, ലീഡർഷിപ്പ് ഇമ്പോസ്റ്റർ സിൻഡ്രോം. അതായത് പലയിടത്തും കാണുന്നതാണ്. ഞാനൊന്ന് ലീഡറായി കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് വേറൊരു വ്യക്തിത്വമായിട്ട് അങ്ങ് മാറുവാണ്. കുറച്ച് ഹെഡ് വെയിറ്റ് ഒക്കെ വന്നിട്ട് എന്താ പറയുക, മൊത്തത്തിലൊരു അടിമുടി ഒരു ചേഞ്ച് അങ്ങ് വരും. ഞാൻ വളരെ കുറച്ച് പേരെയാണ് നമ്മുടെ ലൈനിസത്തിൽ PDG ഞാൻ കണ്ടിരിക്കുന്നത്. സെയിം തുടക്കത്തിലും പിന്നീടും ആ സെയിം സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യുന്ന കുറച്ചധികം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സിംപ്ലിസിറ്റി എന്താണോ അവരെന്താണോ അതാണ് അവരവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളൊന്നും ലീഡർഷിപ്പിലായിരുന്നാലും അല്ലെങ്കിലും യു ഒൺലി നീഡ് ടു ബി യു. ഞാൻ എന്താണോ അത് മാത്രമായിരിക്കുക. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലേ, മിണ്ടണ്ട. ആര് പറഞ്ഞു ഇംഗ്ലീഷ് സംസാരിക്കാൻ? ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് തന്നിരിക്കുന്ന പ്രൊജക്റ്റ് ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ്. ഈ വർഷം എൻ്റെ പ്രൊജക്റ്റ് ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ്. ഞാൻ എവിടെ സംസാരിക്കുമ്പോഴും ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ് സംസാരിക്കേണ്ടത്. ഞാൻ പോയി സൈറ്റിനെ കുറിച്ചിട്ടോ ഡയബറ്റീസിനെ കുറിച്ചിട്ടോ പറയണ്ട. സോ യു ഒൺലി നീഡ് ടു ബി യു. നമുക്ക് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിന്ധു ചേച്ചി ഇവിടെ ഇരിക്കുന്നതുകൊണ്ടും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് AGR എടുക്കാവുന്നത് കൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധനയോടെ നോക്കുന്ന ഒരു മനുഷ്യനാണ് AGR. കാരണം വേറെ ഒന്നുമല്ല, DG ആകുന്നതിന് മുൻപ് ഞാൻ AGR കണ്ടിട്ടുണ്ട്, DG ആയി കഴിഞ്ഞിട്ട്, DG സമയത്തും കണ്ടിട്ടുണ്ട്, DG ആയി കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നുണ്ട്. ദ സെയിം പേഴ്സൺ. ഒരു 0.1% ഞാൻ അദ്ദേഹത്തിനെ ലയനസത്തിൽ മാത്രമേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം ഒരു 0.1% പോലും അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാൻ കണ്ടിട്ടില്ല. വീടിനകത്ത് എങ്ങനെയാന്നുള്ളത് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് നൺ ഓഫ് മൈ ബിസിനസ്. അത് സിന്ധു ചേച്ചി മക്കളൊക്കെ നോക്കിക്കോളൂ. ബട്ട് ഇൻ ലൈനിസം ഹീസ് വൺ ആൻഡ് ദ സെയിം, ബിഫോർ ആൻഡ് ആഫ്റ്റർ. എത്ര ഇറ പറഞ്ഞാലും. അപ്പം നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൾച്ചർ വേണമെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ 1-2 പാഠങ്ങൾ നമുക്ക് പഠിക്കാം എന്ന് വിചാരിച്ച് AGR പോലെ ഡ്രസ്സ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ AGR നമ്മൾ ശരീരം കൊണ്ട് ഒരിക്കലും മാച്ച് ആവില്ല. സോ നമുക്ക് ഡ്രസ്സ് ചെയ്യുമ്പോഴായിരുന്നാലും ശരി, നമുക്ക് അഡോപ്റ്റ് ചെയ്യാം പല കാര്യങ്ങളും പഴയ ആൾക്കാരിൽ നിന്ന്. പക്ഷേ നമ്മുടെ ബോഡി ലാംഗ്വേജ്, വെദർ ഇറ്റ് സ്യൂട്ട്സ് ഇറ്റ് ഓർ നോട്ട് എന്നുള്ളത് അബ്സല്യൂട്ട്ലി ഒരു 100% കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ അത്യാവശ്യം ബൾക്കിയെന്ന് എല്ലാവർക്കും അറിയാം, ചബ്ബിയാണ്. ഞാൻ ഇതിൻ്റെ പുറത്തേക്കിടെ ഒരു വലിയ കോട്ടൊക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? ഒരു കുട്ടിയാനെ കയറി സ്റ്റേജിൽ നിൽക്കുന്ന ഫീല് നൽകും. സോ ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള കോട്ട് ഓർ ബ്ലേസേഴ്സ് എനിക്ക് യൂസ് ചെയ്യാം. അതെനിക്ക് കുറച്ചും കൂടെ എലഗൻസി നൽകും. ക്ലിയർ? പകരം സ്ലിമ്മായ ഒരാൾ, ആൾക്ക് കോട്ട് ഇടുമ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും സ്ലീവ്ലെസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ വീണ്ടും എന്ത് ചെയ്യും? സ്ലിമ്മായി തോന്നും, തീരെ ലീനായിട്ട്, ഒരു സ്റ്റേജ് അപ്പിയറിൽ ആളില്ലാത്ത പോലെ തോന്നും. ലയനസിൽ അങ്ങനെ ആരും ഇല്ലാന്ന് തോന്നുന്നു. വിത്ത് ഗോഡ്സ് ഗ്രേസ് എല്ലാവരും അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻഡ് ബോഡിയാണ്. സോ നമുക്കത് കീപ്പ് ചെയ്യാം.
സോ ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഡ്രസ്സിങ് വരുന്നുണ്ട്, അതിനകത്ത് ഡ്രസ്സിങ് വരുന്നുണ്ട്, നമ്മുടെ അപ്പിയറൻസ് വരുന്നുണ്ട്, ഞാൻ എങ്ങനെ ആ സ്റ്റേജിലോട്ട് കയറുന്നു, ഞാൻ എങ്ങനെ ഇറങ്ങി വരുന്നു, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള എൻ്റെ പെർഫോമൻസ് എന്ത്, ഞാൻ കയറി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഈവൻ ഇഫ് ഒരു ബ്രീത്തിങ് വരെ എവ്രി വൺ ഈസ് നോട്ടീസിങ്. സോ മാസ്റ്ററിങ് ദ ബോഡി ലാംഗ്വേജ് ഓർ മാസ്റ്ററിങ് ദ റോൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ഒരു സ്റ്റേജിലോട്ട് കയറുമ്പോൾ എൻ്റെ ഡ്രസ്സ് എനിക്കൊരിക്കലും ഭാരമാകാൻ പാടില്ല എന്ന് വിചാരിച്ച് ഒന്നുമില്ലാതെയും ആകരുത്. ബട്ട് ഇറ്റ് ഷുഡ് ബി ഡീസൻറ്റ് ആൻഡ് എലഗൻറ്റ്. സോ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ഒരിടത്ത് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ബോഡി ലാംഗ്വേജ് ഉറപ്പായിട്ടും കറക്റ്റ് ചെയ്യണം. ഞാൻ എൻ്റെ സ്റ്റാൻഡിങ് പൊസിഷൻ, എൻ്റെ സീറ്റിംഗ് പൊസിഷൻ എല്ലാം കറക്റ്റ് ചെയ്യണം. അനദർ വൺ, എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈല് കറക്റ്റ് ചെയ്യണം, എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കറക്റ്റ് ചെയ്യണം. ഈച്ച് ആൻഡ് എവറി ഫേഷ്യൽ എക്സ്പ്രഷൻ. അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അധികം പരിചയമില്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ പരിചയമുള്ളവരാണെങ്കിലും ശരി, എന്ത് ചെയ്യണം? കണ്ണാടിയിൽ നോക്കി ഒരു പ്രാവശ്യം ഒന്ന് പറയുക. ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞിട്ട്, ഇപ്പം ഉറപ്പായിട്ടും നമുക്കറിയാം, നമ്മളൊരു ലയൺസിൻ്റെ മീറ്റിങ്ങിൽ, ഇപ്പോൾ ഇവിടെ എല്ലാവരും ലയൺസാണ്, ഒരുവിധമുള്ള ആൾക്കാരൊക്കെ ലയൺസാണ്, കുറച്ച് പേരെ എൻ്റെ പരിചയത്തിനുള്ളൂ. ഏത് പ്രസംഗത്തിന് പോകുന്നതിനും നമുക്കൊരു അജണ്ട കിട്ടും, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഫുള്ളായിട്ടല്ല എങ്കിലും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ദ വേ ദ ഹാൻഡ് മൂവ്, നമ്മുടെ കൈ മൂവ് ചെയ്യുന്നത്, നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നത്, അവർ ഹെഡ് മൂവ്മെൻറ്റ്സ് എല്ലാം ഒന്ന് നോട്ടീസ് ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ആൻഡ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 3 ഫോർമുല ചേരുന്നതാണ്, അല്ലെങ്കിൽ 3 പോയിന്റ് ഫോർമുല ചേരുന്നതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് first is a skill, second one is experience, and third one is self-belief. So confidence is equal to skill plus experience plus self-belief ആണ്. Skill plus experience plus self-belief. എന്താണ് സ്കിൽ എന്ന് പറയുന്നത്? എനിക്ക് സംസാരിക്കാൻ സ്കില്ലില്ല, അല്ലെങ്കിൽ എനിക്ക് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് ഞാൻ നല്ലപോലെ സംസാരിച്ചിരുന്ന, ഇപ്പം എന്നാന്നറിയില്ല, അങ്ങ് ഒഴുക്കോടെ വാക്കുകൾ കിട്ടുന്നില്ല. ഒഴുക്കോടെ വാക്കുകൾ കിട്ടണമെങ്കിൽ വായിക്കണം. ഫസ്റ്റ് തിങ് റീഡിംഗ് ആണ്, സെക്കൻഡ് തിങ് സംസാരിക്കണം, അല്ലെങ്കിൽ എഴുതണം. എപ്പോഴേയും സംസാരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എഴുതണം. സംസാരിക്കാൻ സമയം കിട്ടുമ്പോഴെല്ലാം സംസാരിക്കണം. എങ്ങനെ സംസാരിക്കണം? 20 സെക്കൻഡ് റൂൾ വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് മിറ്റം സ്റ്റാർട്ട് ചെയ്യുക. ചാടി പിടിച്ചങ്ങോട്ട് വന്നിട്ട് ഈ കണക്റ്റിംഗ് വേർഡ്സ് എന്ന് വെച്ചാ അത് ഇത് കണക്റ്റിംഗ് വേർഡ്സ് ഒഴിവാക്കി മാക്സിമം സംസാരിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് കണക്റ്റിംഗ് വേർഡ്സ് വരുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് ബോറിംഗ് ആയിട്ട് മാറും. സോ കണക്റ്റിംഗ് വേർഡ്സ് ഒഴിവാക്കാം. അതിന് പകരം കണക്റ്റിംഗ് വേർഡ്സ് വരുന്നുണ്ട് ഇല്ലയോ എന്ന് അറിയാനാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ വരണം? നമ്മൾ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആരുടെയെങ്കിലും മുൻപിൽ സംസാരിച്ച് നോക്കുക. ജസ്റ്റ് വൺ ടൈം, ഒരു ഇറങ്ങുന്നതിന് മുൻപൊന്ന് സംസാരിച്ചാൽ മതി. ഇപ്പൊ കണക്റ്റിംഗ് വേർഡ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക? കണക്റ്റിംഗ് വേർഡ്സ് വരാൻ സാധ്യതയുള്ളിടത്ത് പോസ് എടുക്കുക. അപ്പൊ കോൺഫിഡൻസ് എപ്പോഴും ബിൽഡ് ചെയ്യാനായിട്ട് എനിക്കെന്ത് കുറവുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവസാനം എന്നാന്നേ ആ നേ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അതായത് ഇപ്പൊ മറ്റേ സുരാജ് വഞ്ഞാറമ്മൂട് പറഞ്ഞത് ഫ്രോഡുകൾ പുറത്തു വരുമെന്ന് പറഞ്ഞാണെങ്കിൽ അത് വരും. കാരണം ജന്മന ആ ഒരു ലാംഗ്വേജ് പറഞ്ഞു പഠിച്ചതുകൊണ്ട്. അപ്പൊ ഞാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതിനെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. ആ ഒരു സ്ലാങ് കുറയ്ക്കാനായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴെല്ലാം ആ ഒരു വാക്ക് കുറച്ചുള്ള പലയിടത്ത് സംസാരിക്കുമ്പോഴേ വാക്ക് കുറയ്ക്കണം. അപ്പം എനിക്ക് എന്നാ കുറവുണ്ടെന്നുള്ളത് ഞാൻ റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. ഐ മൂവ്മെന്റ്സ്, ഹാൻഡ് മൂവ്മെന്റ്സ്, എൻ്റെ ബോഡി പോസ്റ്റർ എല്ലാമായിട്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ സ്കില്ല് കുറവ് കണ്ടെത്തിയിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. സെക്കൻഡ് ഫോർമുല ഈസ് എക്സ്പീരിയൻസ്. എവിടെ സംസാരിക്കാൻ കിട്ടുന്നു അവിടെയെല്ലാം സംസാരിക്കുക.
കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അന്നേരം ഇങ്ങനെ നമ്മുടെ ഹോൾ ഒരു സൈക്കോളജി ബേസ്ഡ് ആണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ രഞ്ജു ജോസഫ് പ്ലീസ് കം അപ്പ് ഓൺ ദ സ്റ്റേജ് ആൻഡ് നമ്മുടെ ഈ ഗ്രൂപ്പിനെ മുഴുവൻ ഒന്ന് മീറ്റ് ചെയ്യണം, എല്ലാവരുടെയും ഡേറ്റ കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ആക്ച്വലി ഐ ആം ആൻ ഇൻട്രോവേർട്ട് പേഴ്സൺ. ആർക്കെങ്കിലും അറിയോ, ഞാനൊരു അത്രയും അന്തർമുഖയായ ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. എനിക്ക് ഒരാളെ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടാനോ അങ്ങോട്ട് ചെന്ന് മിണ്ടാനോ എൻ്റെ ജീവിതത്തിൽ പറ്റത്തില്ല. ബിക്കോസ് ഐ ആം ആൻ ഇൻട്രോവേർട്ട് പേഴ്സൺ. എന്നോട് ഇങ്ങോട്ട് മിണ്ടിയാൽ ഞാൻ അങ്ങോട്ട് മിണ്ടും. ബിക്കോസ് എൻ്റെ നേച്ചർ അതാണ്. അപ്പം ഞാൻ എന്നാ ചെയ്യണം? ഞാൻ പുതിയൊരാളെ കാണുമ്പോൾ ഹലോ സർ, ഹൗ ആർ യു, ഐ ആം ഡോക്ടർ രഞ്ജു ജോസഫ് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മിണ്ടി തുടങ്ങുന്ന ഒരു സമയത്തെ എനിക്ക് ഈ എക്സ്പീരിയൻസ് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ മരണം വരെ ഒരാളെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കുറഞ്ഞ് തന്നെ ഞാൻ ജീവിക്കും. അപ്പൊ എന്നിൽ എന്താണോ കുറവുള്ളത്, ആ കുറവിനെ പരിഹരിച്ച് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, ആ സ്കില്ലിനെ എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ട് സെൽഫ് ബിലീഫ് ചെയ്യുക ദാറ്റ് ഐ ക്യാൻ, എനിക്ക് പറ്റും എന്നുള്ള സെൽഫ് ബിലീഫ് വേണം. ഞാൻ ഒരാളെ കാണുമ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, ഓക്കെ ഫൈൻ, ഓക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഒരാളെ കാണുമ്പോൾ സംസാരിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് തയ്യാറാകണം. ഞാൻ ചിലപ്പോൾ എംബരാസ്ഡ് ആയേക്കാം, പല രീതിയിൽ എന്നെ ജഡ്ജ് ചെയ്തേക്കാം, പക്ഷേ ഐ ഷുഡ് ഹാവ് ടു. ഞാൻ എന്താ ചെയ്യണേ? ഞാൻ മുന്നോട്ട് വരും, ഞാൻ എല്ലാ ആൾക്കാരുമായിട്ട് സംസാരിക്കും. ഇല്ലെങ്കിൽ പറയും ഡോക്ടർ രഞ്ജു ജോസഫ് ജാടയാണ്, അഹങ്കാരിയാണ്. ആ ഒരു എന്നിൽ അടിച്ചേൽപ്പിക്കുന്ന ഇമേജിനെ എനിക്ക് ഒഴിവാക്കാൻ സാധിക്കും. സോ കോൺഫിഡൻസിനകത്ത് 3 പോയിന്റ് ആണുള്ളത്: സ്കിൽ പ്ലസ് എക്സ്പീരിയൻസ് പ്ലസ് സെൽഫ് ബിലീഫ്. ഇനി ഇതിന് നമുക്ക് ലയനിസത്തിൽ എങ്ങനെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാം? We can boost confidence through 3 tips. The first one is mentorship. എനിക്ക് തോന്നുന്നു ലയനിസം പോലെ മെന്റർഷിപ്പിന് അവസരം നൽകുന്ന വേറെ ഒരു, ബിക്കോസ് ഞാൻ ഒത്തിരി ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. മീൻസ് കേരള എക്കണോമിക് അസോസിയേഷൻ്റെ ഭാഗമാണ്, അതേപോലെ തന്നെ സൂയിസൈഡ് പ്രിവെൻഷൻ ടെക്നിക്സിൻ്റെ ഓർഗനൈസേഷന് റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് ഐ തിങ്ക് മോർ ദാൻ 10 സർവീസ് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ലയൺസ് പോലെ മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന വേറെ ഒരു ഓർഗനൈസേഷനും എനിക്ക് തോന്നുന്നില്ല. സോ യൂട്ടിലൈസ് ദ മെമ്പർഷിപ്പ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ബൈ ലയൺസ്. നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഇതിലും വലിയൊരു പ്ലാറ്റ്ഫോം വേറെയില്ല. ആൻഡ് ദ സെക്കൻഡ് ടിപ്പ് ദാറ്റ് ലയൺസ് പ്രൊവൈഡ് ഈസ്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാവരും അതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യണമെന്നും അതിനകത്ത് കയറി ക്ലാസ് പഠിക്കണമെന്നും അതിനകത്ത് എനിക്ക് തോന്നുന്നു കുറേ 100 കണക്കിന് വീഡിയോസ് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഏതായിരിക്കും? ലേൺ പോർട്ടൽ. യെസ്, ലയൺസ് ലേണിംഗ് സെന്റർ LLC. അവിടെ നമ്മളിപ്പോൾ ഈ ഒരു സർവീസ് ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ദ പ്രൈമറി തിങ് ഈസ് കണ്ടിന്യൂസ് ലേണിംഗ്. നിർത്താതെയുള്ള പഠനം, ഏത് കാര്യത്തിനെ കുറിച്ചിട്ടായാലും നിർത്താതെയുള്ള പഠനമാണ് നമുക്ക് കോൺഫിഡൻസ് നൽകും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കുറെ ആൾക്കാർ പറയും പത്രമൊക്കെ വായിക്കുന്ന ടച്ച് വിട്ടുപോയി. ഒത്തിരി ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ഏജ് കഴിഞ്ഞ ടച്ച് വിട്ടുപോയി, പത്രം വായിക്കുന്ന ടച്ച് അങ്ങ് വിട്ടുപോയി. കാരണം രാവിലെ എനിക്ക് ഫോൺ എടുത്തിരുന്നോണ്ട് ആ ടച്ച് വിട്ടുപോയി. യെസ്, ടച്ച് വിട്ടുപോയത് കണ്ടിന്യൂസ് റീഡിങ് ഇല്ലാത്തതുകൊണ്ടാണ്. ബട്ട് ഞാൻ പറയുന്നു, ലയൺസ് ലേണിംഗ് സെന്ററിലെ പോർട്ടലിൽ എല്ലാ ദിവസവും അരമണിക്കൂർ എല്ലാവരും സ്പെൻഡ് ചെയ്യണം. അതിനകത്ത് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്ത് അതിനു വേണ്ടി ലയൺസ് എന്ന് എഴുതി ഒരു ഡയറി തന്നെ സൂക്ഷിക്കുക. അതിനകത്ത് ഓരോ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലയണിസത്തിൽ ചർച്ച ചെയ്യപ്പെടാത്ത കുറെ ഏറെ സബ്ജക്റ്റുകളെ കുറിച്ചിട്ട് വരെ അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അതിൻ്റെ അകത്തൊരു 10-30 വീഡിയോസ് ഞാൻ അതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ട്. 10-30 അല്ല, ഏകദേശം ഓൾമോസ്റ്റ് 50-60 വീഡിയോസ് ഞാൻ കണ്ടു.
ഐ തിങ്ക് ഞാൻ പലയിടത്ത് സെഷൻ എടുക്കുന്നത് ആ ലയൺസിൽ നിന്നുള്ള മാറ്റർ എടുത്തിട്ടാണ്. അത്ര അമേസിങ് ആയിട്ടുള്ള വീഡിയോസ് അവിടെ തന്നെ. സോ ഉറപ്പായിട്ടും നമ്മളൊരു അരമണിക്കൂർ എന്നും LLCയിൽ ലയൺസ് ലേണിംഗ് സെൻറ്ററിന് ആ പോർട്ടലിൽ കയറി നമ്മളത് കണ്ടെത്തുക. അപ്പം നമുക്ക് വിവരം വയ്ക്കും, ലയൺസത്തെക്കുറിച്ച് വിവരം വയ്ക്കും. അല്ല, നമ്മളിനി വേറെ ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ ആ ഓർഗനൈസേഷനെ കുറിച്ചുള്ള ബൈലോസ് വായിക്കുക, എന്താ പറയുക, ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യുക, കളക്ട് ചെയ്യുക. സോ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ ഈസ് ഫാമിലി വർക്ക് ലയണിസം ബാലൻസ്. ലയണിസത്തിൽ വന്ന് ഫാമിലി അടിച്ചു പിരിയരുത്. ജോലിക്ക് പോയി അവിടെ മൊത്തം സ്പെൻഡ് ചെയ്ത് ഫാമിലി അടിച്ചു പോകരുത്. ദർ ഷുഡ് ബി എ ബാലൻസ്. നമ്മൾ ഏത് സർവീസ് ഓർഗനൈസേഷൻ്റെ ഭാഗമായിരുന്നാലും ശരി, ഫാമിലി വർക്ക് ദാറ്റ് സർവീസ് ഓർഗനൈസേഷൻ, ഇവിടെ ലയൺസ് ആയതുകൊണ്ട് ഞാൻ ലയണിസം ഇറക്കുന്നേ ഉള്ളൂ. ദർ ഷുഡ് ബി എ ബാലൻസ്. ഹൗ ടു കീപ് ദാറ്റ് ബാലൻസ്? അതായത് സെറ്റ് ബൗണ്ടറീസ്. ആ ബൗണ്ടറി എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കുടുംബത്തകത്തിരിക്കുന്നവരും നമ്മളും കൂടെ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഔട്ട്സൈഡ് പാർട്ടീസിന് അതിൻ്റെ അകത്തൊന്നും ചെയ്യാനില്ല. ലയണിസവും ഫാമിലിയും നമ്മുടെ ബിസിനസ്സും നമ്മുടെ വർക്കും എല്ലാം പോയാൽ മാത്രമേ ലൈഫ് ഫുൾഫിൽ ആവുള്ളൂ. ഫുള്ളായിട്ട് ലയണിസത്തിൽ നിന്ന് മാറി നിൽക്കുകയോ സർവീസ് ഓർഗനൈസേഷൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ചിലരൊക്കെ പറയും വൈഫ് സമ്മതിക്കില്ല ലയണിസത്തിൽ വരാനായിട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അപ്പോൾ അവിടെ ആ ഒരു ബാലൻസ് തെറ്റിയെന്ന് അർത്ഥം. ഫാമിലിയും വർക്കുമായിട്ടുള്ള ബാലൻസ് ലയണിസം കാരണം തെറ്റിയിട്ടുണ്ട്. ഇൻ വിച്ച് ഏരിയ? ഏത് ഏരിയയിലാണ് തെറ്റിയത്? ആ ഏരിയ മാറ്റുക, അല്ലാതെ ലയണിസം അല്ല മാറ്റേണ്ടത്. ഇപ്പം ഞങ്ങൾ റിസർച്ചിലിരിക്കുന്ന ഞങ്ങളിങ്ങനെ വർക്ക് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മണി, വെളുപ്പിന് 3 മണി 4 മണി വരെയാണ് ഞങ്ങൾ വർക്ക്. ഇങ്ങനെ, അതായത് രാവിലെ 10 മണിക്ക് ഇരുന്നാൽ വെളുപ്പിന് 4 മണി വരെ ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂസ് വർക്കിൽ അങ്ങ് ഇരിക്കും. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? നമ്മുടെ ഫാമിലി ഓൾറെഡി കുട്ടികളുണ്ട്, ബിസിനസ് ഉണ്ട്. അപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും? നമുക്ക് പ്രീ പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് വരിക. സോ ദർ ഷുഡ് ബി എ ബാലൻസ്. ആൻഡ് നമ്മൾ എപ്പോഴും ഒരു ഡെയിലി ഹാബിറ്റ്, നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ഡെയിലി ഹാബിറ്റ് കൊണ്ടുവരണം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു ചില സ്കില്ല് കുറവുണ്ടാവും. അപ്പം എല്ലാ ദിവസവും ഞാൻ എന്ത് കാര്യമാണ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കൊണ്ടുവരിക? ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി ആണ്. എനിക്ക് ആൾക്കാരെ കാണാനോ സംസാരിക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ലിങ്ക്ഡിനിൽ എല്ലാ ദിവസവും ഒരു പുതിയ ആളെ നെറ്റ്വർക്ക് ചെയ്യും. അവരുമായിട്ട് ഞാൻ കറക്റ്റ് ചെയ്ത് എഴുതി വെച്ച ഒരു സേവ് ചെയ്ത് വെച്ച ഒരു മെസ്സേജ് ഉണ്ട്, അത് ഞാൻ ഇയാൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഹായ്, ഹൗ ആർ യു? ഐ എം ഡോക്ടർ രഞ്ജു ജോസഫ്, വിഷ് ടു കണക്ട് ഓൺ ദിസ് ആസ്പെക്ട്. ബേസിക്കലി റിസർച്ച് ആയതുകൊണ്ട് ഞങ്ങൾ ആ ഏരിയ ആണ് കൂടുതലും വരുന്നത്. അപ്പോൾ അദ്ദേഹം അപ്പുറത്ത് നിൽക്കുന്ന ആൾ തിരിച്ചിങ്ങോട്ട് മെസ്സേജ് ചെയ്യും, ഹായ് രഞ്ജു, ഐ എം ഡോക്ടർ നവനീത്, യെസ് വി ഓൾസോ വർക്ക് ഓൺ ദിസ് ഏരിയ. അപ്പോൾ നമുക്കവിടെ ബ്രിഡ്ജ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ഒരു ആക്ഷനാണ്. എനിക്കില്ലാത്ത സ്കില്ലിനെ ഞാൻ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാണ്. സെയിം വേ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് എന്ത് സ്കില്ലാണോ കുറവ് അതിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു സ്മോൾ ആക്ഷൻ ഡെയിലി എടുക്കണം. സോ അങ്ങനെയാണ് ഇപ്പം എന്താ പറയുക, നമുക്കൊരു ഡിസ്ട്രിക്ട് ഗവർണർ ആവണം അല്ലെങ്കിൽ ഇന്റർനാഷണൽ പ്രസിഡന്റ് ആവണം. ദർ ഷുഡ് ബി സം ക്വാളിറ്റീസ്. അതിന് വേണ്ടി നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് ആവശ്യമുണ്ട്, കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. സോ എനിക്ക് ആ ക്വാളിറ്റീസിൽ ഏതാണ് കുറവ്? അല്ലെങ്കിൽ ഞാൻ നാളെ പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നാളെ ഞാൻ DCC ആവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ RC ആവാൻ ആഗ്രഹിക്കുന്നു, ഓർ എനി DC. ഇപ്പം അടുത്ത വർഷത്തേക്കുള്ള അനിൽ സാറ് നമ്മളോട് ഇന്നതാവാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫൈൻ, അതാവാൻ എനിക്ക് എന്താണ് കുറവുള്ളത്? വി ഷുഡ് ഐഡന്റിഫൈ ഇറ്റ്, വർക്ക് ഓൺ ഇറ്റ്. അങ്ങനെ വർക്ക് ചെയ്ത് വരുമ്പോൾ പതിയെ ബൂസ്റ്റ് ചെയ്ത് വരുമ്പോഴാണ്
നമുക്ക് സക്സസ് ഉണ്ടാവുക. ഡെയിൽ കാർനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായൊരു വാക്യമുണ്ട്, ഇനാക്ഷൻ ബ്രീഡ് ഡൗട്ട് ആൻഡ് ഫിയർ. ഇനാക്ഷൻ, ആക്ഷൻ എടുക്കാതിരിക്കുന്ന ഒരവസ്ഥ ബ്രീഡ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് ഡൗട്ടും ഫിയറുമാണ്. ബട്ട് ആക്ഷൻ ബ്രീഡ് കോൺഫിഡൻസ് ആൻഡ് കറേജ്. ആക്ഷൻ എവിടെയുണ്ടോ ആക്ഷൻ ആണ് നമുക്ക് കറേജും കോൺഫിഡൻസും പ്രൊവൈഡ് ചെയ്യുക. സോ ദിസ് ഈസ് വാട്ട്. അപ്പം നമ്മളെപ്പോഴും നമ്മൾ ലയൺസാന്ന് പറയും. ലയൺ എപ്പോഴെങ്കിലും ഈ ജംഗിളിനെ റൂൾ ചെയ്യാനായിട്ട് ആരോടെങ്കിലും പെർമിഷൻ ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരിടത്തും പെർമിഷൻ ലയൺ ചോദിക്കുന്നില്ല. അതിൻ്റെ ആവശ്യം ലയണിനില്ല. ലയൺ എന്ത് ചെയ്യുന്നു? എഴുന്നേൽക്കുന്നു, നേരെ നിൽക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ക്ലെയിം ഇറ്റ്സ് പർപ്പസ്. സെയിം വേ ലയൺ ലീഡറും ഇതുപോലെ ആയിരിക്കണം. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സെയിം സ്ട്രെങ്ത്, ആ ഒരു ലയണിസം എന്താണോ, എന്ത് സ്ട്രെങ്ത് ആണോ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്, ആ സെയിം സ്ട്രെങ്ത് കൊണ്ടുവരിക, സെയിം കറേജ് കൊണ്ടുവരിക, സെയിം ഡെഡിക്കേഷൻ നമ്മുടെ കമ്മ്യൂണിറ്റിക്കായിട്ട് കൊണ്ടുവരാം. So this is all about confidence. Thank you so much. Thank you, Kabirji, and thank you all for listening me. Thank you so much. ഓക്കെ, താങ്ക് യു മാഡം. വളരെ ചുരുങ്ങിയ വാക്കുകൾ രഞ്ജു വളരെ നന്നായിട്ട് ഈ സബ്ജക്റ്റ്, യഥാർത്ഥത്തിൽ സബ്ജക്റ്റ് കോൺഫിഡൻസ് എന്ന് കേട്ടപ്പോൾ ആ കോൺഫിഡൻസിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ ഒരു കോൺഫിഡൻസ് ഏതെല്ലാം രൂപത്തിൽ നമുക്ക് ബിൽഡ് ചെയ്യാമെന്നും അതിൽ കൂടെ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റുകൾ നേടിയെടുക്കാമെന്നും വളരെ ഭംഗിയായി അവതരിപ്പിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. അതിൽ ഈവൻ വർക്ക് ലൈഫ് ബാലൻസ് ആയാലും മനുഷ്യന് ഏറ്റവും ഒഴിച്ചുകൂടാത്തൊരു കാര്യമാണ്. പല ആൾക്കാരും ലയനസത്തിൽ പോയി കുടുംബം കുട്ടിച്ചോറായി എന്ന് പറയാതെ പറയുന്നവരെ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫ് ഒരുപാട് പാഴിക്കളഞ്ഞത് കംപ്ലീറ്റ് ലയനസത്തിന് വേണ്ടി. ജീവിതം ലൈഫ് കളഞ്ഞിട്ട് ലയനസ് നടത്തണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതുപോലെ ചില ആൾക്കാരുണ്ട് ബിസിനസ്സിന് പോയിട്ട് പിന്നെ വീട്ടിൽ തിരിഞ്ഞു നോക്കത്തില്ല, ബിസിനസിന്റെ പിറകെ പോയി കുടുംബം നശിപ്പിച്ചിട്ടുള്ളവരുണ്ട്. ഇത് എല്ലാം ഒരുപോലെ കൊണ്ടുപോകുന്നതിനാണ് ഒരു ജീവിതത്തിലെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. എന്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള സബ്ജക്റ്റ് ആണ്. മേഡം അതും കവർ ചെയ്തു. അതുപോലെ തന്നെ ഞാനും ട്രെയിനിങ് ഒക്കെ പറയുന്ന ഒരു സാധനമാണ് നമ്മുടെ വില്ലും സ്കില്ലും. എവിടെ സ്കില്ലിന്റെയും വില്ലിന്റെയും സംയോജനം ഉണ്ടാകുന്നു അവിടെ സക്സസ് ഉണ്ടാവും. സ്കില്ലുണ്ട് പക്ഷെ വില്ലില്ലെങ്കിലും കാര്യം നടക്കത്തില്ല. ചില ആൾക്കാർക്ക് വില്ലുണ്ട് സ്കില്ലില്ല, പിന്നെ കാര്യം നടക്കത്തില്ല. എവിടെ വില്ലും സ്കില്ലും ഉണ്ടോ അവിടെ സക്സസ്സും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ എന്തിനെ കോൺഫിഡൻസ് എന്ന ഒരു സബ്ജക്റ്റിൽ ഊന്നി ഒരു സാധാരണ വ്യക്തിക്ക് എങ്ങനെ ഉന്നമനങ്ങളിലേക്ക് എത്താം, എങ്ങനെ സക്സസിലേക്ക് എത്താം എന്ന് വരെ പറഞ്ഞെത്തിച്ച് വളരെ ഗംഭീരമായി താങ്കളിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കണം. കാര്യം താങ്കളെ പോലുള്ള ഒരു നല്ല ട്രെയിനർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഗംഭീരമായി, അത്രയും അനുഭവ സമ്പത്തുള്ള ആളാണ്. മാത്രമല്ല കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ സ്വന്തം അനുഭവത്തിൽ കൂടെ തന്നെ സ്വയം ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തുവെങ്കിലും വളരെ ഗംഭീരമായിരുന്നു. ഇനി നമ്മുടെ പാർട്ടിസിപ്പൻസിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. പാർട്ടിസിപ്പന്റ് ഓപ്പൺ റിമാർക്കിന്റെ സമയമാണ്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. നമ്മുടെ ഓമനമാർ സാർ സംസാരിക്കുന്നത്. ഓമനമാർ സാർ പറഞ്ഞോളൂ. വളരെ മനോഹരമായിരുന്നു. കേൾക്കാമോ? കേൾക്കാം. വളരെ യൂസ്ഫുൾ ആയിരുന്നു, ഇൻഫർമേറ്റീവ് ആയിരുന്നു. വളരെ മാർവലസ് സെഷൻ. എന്തിനെ പേഴ്സണലായിട്ട് എനിക്കറിയാം. വളരെ എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഞാൻ ഈ 3/4 മണിക്കൂറും ഇത് കേട്ടിരുന്നത്. ഒരു സെക്കൻഡ് പോലും എൻ്റെ ഈ മൈൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയില്ല. എന്നെ പിടിച്ചിരുത്താൻ സാധിച്ചു. രഞ്ജു പറഞ്ഞ പോലെ തന്നെ ഞാൻ പലപ്പോഴും അങ്ങോട്ട് ചെന്ന് ഞാൻ ഇന്നാരാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടിട്ടുണ്ട്. പുള്ളി ആള് മനോഹരിയാണ്. അതുപോലെ തന്നെ സെഷനും മനോഹരമായിരുന്നു. താങ്ക് യു. വേറെ ആരെങ്കിലും? വേറെ ആരുമില്ലെങ്കിൽ 9:10 നമ്മൾ വോട്ടർ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് കൂടെ വേണമെങ്കിൽ അവസരം തരാം. ഇപ്പൊ നേരത്തെ ഇന്നത്തെ സ്പീക്കർ പറഞ്ഞതുപോലെ അവസരങ്ങൾ നമ്മുടെ മുമ്പ് വരുമ്പോ അതിന് തട്ടിക്കളയല്ല. ഏത് അവസരത്തിലും 2 വാക്ക് സംസാരിക്കാൻ ശ്രമിക്കണം, എങ്കിലേ നമുക്ക് മുമ്പോട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റൂ. എല്ലാവരും ലീഡേഴ്സാണ്. ഓക്കെ, ഇനി കൂടുതൽ സമയത്തിലേക്ക് കടക്കുന്നില്ല, വോട്ടർ ടാങ്ക്സിലേക്ക് കടക്കുന്നു. ഇന്ന് പങ്കെടുത്തവർക്ക് നന്ദി പ്രകാശനത്തിന് വേണ്ടി ഫസൽ സാറിനെ ക്ഷണിക്കുന്നു, പ്ലീസ്. നമസ്കാരം. ഇന്നത്തെ ബഹുമാനിയായ ഉദ്ഘാടക MJ സന്ധുദാസ് മാഡം,
നമ്മുടെ അധ്യക്ഷൻ ബഹുമാനായ GLT കോർഡിനേറ്റർ ലയൺ കബീർദാസ് സാർ, നമ്മുടെ ഇന്നത്തെ സ്പീക്കർ, ഡിസ്ട്രിക്റ്റിലെ എല്ലാവർക്കും സുപരിചിതയായ MJF ലയൺ ഡോക്ടർ രഞ്ജു ജോസഫ്, എല്ലാവർക്കും നമസ്കാരം. റോറിംഗ് മൺഡേ എപ്പിസോഡ് 35. നമ്മുടെ DG അധികാരം ഏറ്റെടുത്തതിന് ശേഷം 35ാമത്തെ തിങ്കളാഴ്ച. ഇപ്പൊ ഓരോ തിങ്കളാഴ്ചയും കടന്നു പോകുന്നത് ഞാൻ നമ്മുടെ കബീർജിയുടെ അടുത്ത് ചോദിക്കാറുണ്ട്, അയ്യോ ഇപ്പൊ ആഴ്ചയിൽ രണ്ട് തിങ്കളാഴ്ചയുണ്ടോ 3 തിങ്കളാഴ്ചയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അത്ര പെട്ടെന്ന് തിങ്കളാഴ്ചകൾ കിട്ടുന്നു. അത്ര ഈ ദിവസങ്ങളുടെ സ്പീഡ് വളരെ കൂടിപ്പോയി. നമ്മുടെ ഈ വാട്സാപ്പും ഫേസ്ബുക്കും ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, സമയങ്ങൾ ഒന്നിനും തികയുന്നില്ല. എന്നാലും ഇന്നത്തെ സെഷൻ വളരെ മനോഹരമായിരുന്നു. ഈ ആദ്യകാല അനുഭവങ്ങൾ പറഞ്ഞത് മിക്കവാറും സ്പീക്കേഴ്സിനെല്ലാം ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരിക്കും, പലരും പറയാത്തായിരിക്കും. എന്തായാലും മേഡം ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞു. ഈ 20 സെക്കൻഡ് റൂളും അത് ഈ പബ്ലിക് സ്പീക്കുമായിട്ട് കമ്പൈൻ ചെയ്ത് കോൺഫിഡന്റ് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ അതിനൊരു വ്യക്തത വന്നു. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞത് നമ്മുടെ എന്താണ് ഫോക്സ് ആവണോ മുള്ളംപന്നി ആവണോ എന്ന് ചോദിച്ചപ്പോൾ, അപ്പൊ ഈ ആത്മവിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ കുറുക്കനെ പോലെ പല വഴികളിലൂടെ അലയുന്നതിനേക്കാൾ തനിക്ക് എന്തറിയാം എന്നതിൽ ഉറച്ചു നിൽക്കുന്ന മുള്ളംപന്നിയുടെ വ്യക്തതയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് കറക്റ്റായിട്ട് എങ്ങനെ പോയാൽ അത് നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോഴും പലതിലോട്ട് ചാടി പോകുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ കഴിവുകളെ പുറത്തെടുക്കാനും ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാനും ആവശ്യമായ ഏറ്റവും വലിയ മൂലധനം ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം എന്നത് അഹങ്കാരമല്ല, മറിച്ച് നമ്മുടെ കഴിവിലുള്ള ഉറച്ച ബോധ്യമാണ്. ആ ബോധ്യം എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ച് വളരെ ലളിതവും വ്യക്തവുമായ രീതിയിലാണ് ഇന്ന് ക്ലാസ് നടന്നത്. ആദ്യമായി ഈ സെഷൻ ഇത്ര മനോഹരമായി നയിച്ച നമ്മുടെ ഇന്നത്തെ സ്പീക്കർ MJF ലയൺ ഡോക്ടർ രഞ്ജു ജോസഫ്, ഡിസ്ട്രിക്റ്റിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അറിവും അനുഭവവും ചേർത്ത് വെച്ചുകൊണ്ട് താങ്കൾ നൽകിയ ഈ ക്ലാസ് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും വലിയ ഊർജ്ജമാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത MJF ലയൺ സിന്ധുദാസ് മേഡത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ചെയർമാനും GLT കോർഡിനേറ്ററുമായ ലയൺ കബീർദാസ് സാറിനും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമ്മുടെ സ്പീക്കറെ പരിചയപ്പെടുത്തിയ ലയൺ ഡോക്ടർ ജയശ്രീ പ്രദീപ് വളരെ മനോഹരമായി തന്നെ പരിചയപ്പെടുത്തിയായിരുന്നു. കാര്യം നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഇത്രയധികം ഡിഗ്രികളുള്ള, അല്ലെ ഇത്ര ഡോക്ടറേറ്റ് ആയാലും ഏത് രീതിയിലായാലും ഇത്ര കഴിവ് തെളിയിച്ച ഒരാളിനെ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പരിചയത്തിൽ ആരും തന്നെ ഇല്ല. ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സിലെ ഒരു ഡോക്ടർ ബിജു ഉണ്ട്, അദ്ദേഹം കുറെ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ഒത്തിരി ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഒരാളാണ്. രണ്ടുപേരാണ് എനിക്ക് ഈ കാര്യത്തിൽ അറിയാവുന്നത്. മേഡത്തിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഏറ്റവും പ്രധാനമായി ഇത്രയും സമയം ഈ ഓൺലൈൻ മീറ്റിംഗ് ക്ഷമയോടെ പങ്കെടുക്കുകയും ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ തയ്യാറെടുക്കുകയും ചെയ്ത സഹോദരങ്ങളായ ഓരോ ലയൺ അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതോടൊപ്പം ചേർന്ന് കൂടിയ മറ്റ് ലയൺ അല്ലാത്ത അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു ഫസലുദ്ദീൻ ജി, വളരെ നല്ല വാക്കുകൾ. നന്ദി. വളരെ യഥാർത്ഥത്തിൽ നന്ദി പറയുന്നതും ഇങ്ങനെ ആയിരിക്കണം. വളരെ നന്നായിരുന്നു. വളരെ ഗംഭീരമായി ഈ പ്രോഗ്രാമിന് നന്ദി അർപ്പിച്ച താങ്കൾക്കും ഈ പ്രോഗ്രാമിന്റെ പേരുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്. മീറ്റിംഗ് ഹിയർഡ് ബൈ അഡ്ജോയിൻ. Good night.